എന്താ ഇങ്ങനൊക്കെ? ഐ ഗോട്ട് ബ്രേക്കപ്പ്. നൈസ് ഫിനിഷ്. ആയെന്ന് എത്ര മാസമായിരുന്നു അളിയ? 4 മാസം ആയെന്ന്. 4 മാസം ഗർഭിണിയായിരുന്നു അവൾ. ഗർഭിണിയല്ല, 4 മാസത്തെ റിലേഷൻ ആയിരുന്നെന്ന്. നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ തന്നെ ആദ്യത്തെ ബ്രേക്കപ്പാ. ആഘോഷിക്കാം. അയ്യോ കഞ്ചാവൻ. ആഘോഷമില്ല, ആശംസ മാത്രം. എന്നെ രാവിലെ ഉറക്കം എണീപ്പിക്കുന്ന അവളായിരുന്നു. പിന്നെ അലാറം വെച്ചാൽ മതി, സമയത്തിന് എണീക്കാം. എന്നോട് സമയത്തിന് ഫുഡ് കഴിക്കാൻ പറയുന്നത് അവളായിരുന്നു. ഓ ഇനി വിശക്കുമ്പോ തന്നെ കഴിച്ചോളൂ അളിയ, അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ? എന്നാലും അവളിങ്ങനെ കാണിക്കും. സ്വപ്നത്തിൽ പോയിട്ട് ജീവിതത്തിൽ പോലും വിചാരിച്ചില്ല അളിയ. നീ നോക്കിക്കോളയാ, അവളെ കെട്ടാൻ പോന്നവൻ തെണ്ടി, നാറി, ചെറ്റ, പരനാറി, കഞ്ചാവ്, MDMA, കല്ല്. വേറെ വേറെ എനിക്ക് ഇത്ര അറിയാവുള്ളൂ. വേണേ അവിടെ ചോദിച്ചു. വേണ്ട, ഇതെല്ലാം അടിച്ചടക്കുന്ന ഒരു ഫ്രോഡ് ആയിരിക്കും അളിയ. അയ്യോ സാറ് കെട്ടണമെന്നല്ല പറഞ്ഞത്. സുബിനെ നീ തളരരുത്. അവളെ ഞാൻ കെട്ടട്ടെ. അതെന്തിന്? അതാവുമ്പോ എന്റെ വീട്ടിൽ വന്ന് നിനക്ക് എന്നും കണ്ടോണ്ടിരിക്കാമല്ലോ അവളെ. നല്ല ഐഡിയ, അതാകുമ്പോ നമുക്കും കാണാമല്ലോ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ജയ്സ? അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത്. ഇത് അവസര പുറത്ത്. ഓടാ, ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താ. ഇവന്റെ ഡിപ്രഷൻ കാരണം ഞാൻ പാന്റ് പോലും ഊരിട്ടില്ല. ആന്ധ്ര, നീ പാന്റ് ഊരി അവന്റെ ഡിപ്രഷൻ നിന്റെ പാന്റോട് ഊരി പോകും. കഞ്ചാവ പറഞ്ഞതെങ്കിലും പറഞ്ഞത് പോയിന്റ്. നീ എന്തിനാ ഓവറാക്കുന്നത്? ഓവറോ? ഞാനോ? ഓ ഇത് തന്നെ ഓവറല്ലേ? ഓവറാ ഓവറാ. ഓവർ ആക്കൂടാ. നിനക്കൊന്നും ബ്രേക്കപ്പിന്റെ വേദന അറിഞ്ഞൂടാ. ഇതുവരെ ഒരു പെണ്ണു പോലും പ്രേമിക്കാത്ത നിനക്കെങ്ങനെ വേദന അറിയാം? എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഇവനറിയാലോ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ബ്രേക്കപ്പ് ആയ നെഞ്ചത്ത് കല്ല് വെച്ച വേദനയാണ്. അങ്ങനെയാണോടാ? അത്രയ്ക്കൊന്നും ഇല്ല. അത് നാളെ ആവുമ്പോ കല്ല് വരും. സെറ്റ്, നാളെ കല്ല് വരുമെന്ന്. കല്ലല്ല കഞ്ചാവേ, ചങ്ക് പൊട്ടുന്ന വിഷമം വരുമെന്ന്. സുബിനെ, every breakup is a wake up and is The remaining loneliness of the night is the darkest face of the 50 Shades of Grey. Have you watched it? Every breakup is a break. Take a break. Have a Kit Kat. എന്ത്? ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. എന്തോ പറഞ്ഞേ? എന്തുന്നാ പറഞ്ഞത്? അടിച്ച് ഡാ, പെണ്ണുള്ളവനെ ബ്രേക്കപ്പ് ഉള്ളൂ. നമുക്കൊന്നും അതില്ല. അതുകൊണ്ട് നീ അതിൽ അഭിമാനിക്കും. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ അടുത്ത പെണ്ണ് വരും. ചിലപ്പോ നീ അവളെ കെട്ടും, ചിലപ്പോ ഡിവേഴ്സ് ആവും. അപ്പൊ ഞാൻ കെട്ടോളിയാ? ആരടാ ബ്രേക്കപ്പ് ആയിരിക്കുന്നവനെ പിന്നെ ഡിപ്രഷൻ ആക്കാൻ നോക്കുന്ന? ഒന്ന് പോടാ നീ വാളിയ. നിനക്കൊരു ശാസ്ത്രീയ വശമുണ്ട്. നമുക്ക് അഴലിന്റെ ആഴങ്ങളിട്ട് ആഴത്തി കരയാം.